അല്ല സാറേ, എനിക്കൊരു സംശയം. അദ്ദേഹം പ്ലെയിനിലാണോ വന്നെ ട്രെയിനിലാണോ വന്നെ? എടോ, ട്രെയിനിൽ ആ ഇൻഫർമേഷനിലെ നമുക്ക് കിട്ടിയത്. ഉറപ്പാണല്ലോ. ഒരു ഡൗട്ട്ഫുൾ ഫിഗർ റിവേഴ്സ് വേഷം കെട്ടിട്ട് അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു. എടോ ശശി, അല്ലടോ, നമ്മൾ ഫോട്ടോ കണ്ട ആള് തന്നെ. അയ്യോ സാർ, സോറി സാർ. സാർ ബാഗ് തരൂ സാർ. സാർ ജീപ്പിലേക്ക് ഇരിക്കാം സാർ. സാർ പ്ലീസ്, അല്പം താമസിച്ചു. ബാഗ് വീടും കുറ്റിയിടോ. ആരെ ടൈറ്റാക്കി വെച്ചത്? വലിച്ചോട്. സാർ ക്ഷമിക്കണം, റെയിൽവേക്കാരാ പറ്റിച്ചത്. ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയേനായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചു വണ്ടി ബിഫോർ ടൈം ആണെന്നാണ് സാറ് പറഞ്ഞേ. സമയമായി പോകാൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ചെന്നില്ലേലും അയാൾ വന്നോളൂന്നല്ലേ സാർ എന്നോട് പറഞ്ഞത്? അയാളൊന്നും ഞാൻ പറഞ്ഞു. പറഞ്ഞല്ലോ. എപ്പോ പറഞ്ഞോ? അപ്പൊ പറഞ്ഞല്ലോ. പോകരുതെന്ന് പറയരുത്. സാർ പറഞ്ഞു. ഇല്ല, പറഞ്ഞു സാർ. മര്യാദയ്ക്ക് ഞാൻ വണ്ടി നിറയെ പോകും കേട്ടോ. ചുമ്മാ കൊണോണാന്ന്. എന്താണ് തന്റെ പേര്? രമണൻ. രമണൻ. അതെ, ഇടത്തോട്ട്. അല്ലല്ല, വലത്തോട്ട്. സോറി, തെറ്റി വഴി. ഇടത്തോട്ട്. സോറി സാർ. മാധവേട്ടാ, ഫസ്റ്റ് കേസ് ഏത് കോർട്ടിലാ? ജസ്റ്റിസ് ശങ്കര സാറിന്റെ ബെഞ്ചിലാ. OP. നിയമസഭ നേരത്തെ പിരിഞ്ഞത് നന്നായി. മോളുടെ കല്യാണമാ ഈ മാസം 29-ാം തീയതി ടൗൺ ഹാളിൽ വെച്ചാ. എന്തു പറ്റി? അസംബ്ലിയിൽ ഒരുപാട് ബഹളം വെച്ചോ? 29-ാം തീയതി സൺഡേ. കോടതി ഇല്ല, കുറിച്ചിട്ടേക്കണം. സുഷ്മ വിറ്റ്സ്വിനോ. അങ്കിൾ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഓക്കെ. പ്രസൻസ് ഇൻ ബ്ലെസ്സിങ്സ് ഉള്ളി. തനിക്ക് എന്തു പറ്റി? നന്നാവാൻ തീരുമാനിച്ചോ? അയ്യോ, ഞാൻ ചെയ്തതല്ല. മോൾക്ക് ഒരേ ഒരു നിർബന്ധം, അതാകെ അബദ്ധമായി. എന്തെങ്കിലും തരാൻ മനസ്സുള്ളവ ഇനിയിപ്പം കൈ വീശിഞ്ഞ് വരും. അശോകട്ടത് കാര്യാക്കണ്ട കേട്ടോ. മകൻ സന്തോഷിന് എങ്ങനെയുണ്ട്? ഇനി കൂടാനോ കുറയാനോ ഒന്നുമില്ല. മരണം വരെ ഒരേ അവസ്ഥ തന്നെ. അവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവൻ ഇവിടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ബാബ കല്യാണിക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ. ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ ദിവസം കമ്മീഷണറിനോട് പറഞ്ഞു. ചേട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അവനോട് പ്രതികാരം ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷെ ചേട്ടൻ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും കല്യാണത്തിന് പലരെയും വിളിക്കാനില്ലേ? MLA ചെല്ല്. അതെ.